അപ്പോൾ നമ്മൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ ലാസ്റ്റ് പാർട്ടാട്ടോ ചെയ്യാൻ പോണത് മൊബൈൽ റെസ്പോൺസീവ്. നമ്മൾ ഇതുവരെ ചെയ്തത് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ എങ്ങനെയാണോ നമ്മളെ വെബ്സൈറ്റ് കാണേണ്ടത് അതാണല്ലോ. അപ്പോൾ അടുത്തത് നമ്മൾ ടാബ്ലറ്റിലും അതുപോലെ മൊബൈലിലും എങ്ങനെയാവും നമ്മളെ വെബ്സൈറ്റ് ഉള്ളത് എന്ന് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് കൊടുത്തതിന് ശേഷം കണ്ടോ ഈ ഒരു ഐക്കൺ ഉണ്ടോ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഓരോ സ്ക്രീന് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാബ്ലറ്റിൽ പിക്സൽ, ഐപാഡ് മിനിയിൽ നമ്മളെ വെബ്സൈറ്റ് എങ്ങനെയാവും, പിന്നെ അതുപോലെ മൊബൈലിൽ ഇപ്പോൾ ഐഫോൺ XR ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ മൊബൈലിലും റെഡിയാവും. അങ്ങനെ ഓരോ ഡിവൈസ് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു മൊബൈലിലാണെങ്കിൽ ഒരു ഐഫോൺ XR, പിന്നെ ഒരു ടാബ്ലറ്റ് വ്യൂ. ഇപ്പോൾ ഐപാഡ് മിനി ആണെങ്കിൽ ഇത് ഏതെങ്കിലും 2 ഡിവൈസിലാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഡിവൈസിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വേർഡ് പ്രസ്സിൻ്റെ ടോപ്പ് ബാർ ഉണ്ടല്ലോ, അത് ഇവിടെ കാണും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇൻകോഗ്നിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ എടുക്കുക, ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ ഒരു വേർഡ് പ്രസ്സിൻ്റെ ടോപ്പ് മെനു ഉണ്ടാവില്ല. ഓക്കെ, ഇൻസ്പെക്റ്റ് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഐപാഡ് മിനിയാണ് കൊടുക്കുക. നമുക്ക് ടാബിലാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് റീഫ്രഷ് ചെയ്യാം കേട്ടോ. മറ്റേത് നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ലോഡ് ആയതിൻ്റെ ശേഷം ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ഡിവൈസ് മാറ്റുമ്പോൾ എന്താവും, കറക്റ്റ് ഈ ഒരു ഡിവൈസിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആവില്ല. ചിലപ്പോൾ ഒന്ന് സൂമായിട്ട് വരും വെബ്സൈറ്റ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ജസ്റ്റ് ഇൻസ്പെക്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇൻകോഗ്നിറ്റോയിൽ തുറക്കുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ 2 രീതിയിൽ ചെയ്യും കേട്ടോ റെസ്പോൺസീവ്. ഒന്ന് എലമെൻ്ററി യൂസ് ചെയ്തിട്ട്, പിന്നെ നമ്മൾ കസ്റ്റം കോഡ് ചെയ്തത് കുറച്ചുണ്ടല്ലോ ഡൈനാമിക് ആയിട്ട്, അത് നമ്മൾ കസ്റ്റം CSS യൂസ് ചെയ്തിട്ടും റെസ്പോൺസീവ് ചെയ്യും. നമ്മൾ എലമെൻ്ററിൽ ചെയ്ത വിഡ്ജറ്റൊക്കെ എലമെൻ്ററി യൂസ് ചെയ്തിട്ടും, കസ്റ്റം കോഡിൽ ചെയ്തത് കസ്റ്റം CSS യൂസ് ചെയ്തിട്ടും റെസ്പോൺസീവ്. അപ്പോൾ അത് 2 മെത്തഡും ഞാനിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഹെഡർ റെസ്പോൺസീവ് ആക്കും, പിന്നെ ഫൂട്ടർ റെസ്പോൺസീവ് ആക്കും, പിന്നെ നമ്മൾ പേജ് റെസ്പോൺസീവ് ആക്കും. ഓക്കെ, വെബ്സൈറ്റ് എടുക്കുക. അതിൽ ഈ ഒരു നമ്മൾ വെബ്സൈറ്റ് എടുത്തിട്ട് പിന്നെ ഹെഡറും ഫൂട്ടറും ഉണ്ടല്ലോ, ഹെഡറും ഫൂട്ടറും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് വിത്ത് എലമെൻ്റർ ഹോവർ ചെയ്യാം. അപ്പോൾ കണ്ടോ ഹെഡർ ഫൂട്ടർ, ഇതിലേതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഹെഡർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹെഡറിൻ്റെ ഈ ഒരു എഡിറ്റർ ലോഡായി. എന്നിട്ട് ഇവിടെ കണ്ടോ ടാബ്ലറ്റ്, മൊബൈൽ 2 ഐക്കൺ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ടാബ്ലറ്റിൽ എന്ത് ചെയ്യും, വേറെ സ്പേസ് കൊടുക്കേണ്ടടുത്ത് സ്പേസ് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് മൊബൈൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എലമെൻ്ററി റെസ്പോൺസീവ് ആക്കുക. നമ്മൾ ഡെസ്ക്ടോപ്പാണ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചത്. അപ്പോൾ ടാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാബ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു മെനു ബാർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അത് ചെയ്യുമ്പോൾ വേറൊരു മെത്തേഡും കൂടി പറഞ്ഞു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മെനു ബാർ ഓപ്പൺ ആകുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ബോക്സ് ഉണ്ടല്ലോ, ഇത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറെ രീതിയിലാട്ടോ നമ്മൾ ടാബ്ലറ്റിലും മൊബൈലിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മെനു ഉണ്ടല്ലോ, ഈ ഒരു ഹാംബർഗർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഹാംബർഗർ വിഡ്ജറ്റും അതുപോലെ മൊബൈലിൽ വേറൊരു ഹാംബർഗർ വിഡ്ജറ്റും ചെയ്യും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഒരു വിഡ്ജറ്റ് ഡെസ്ക്ടോപ്പിൽ ഹൈഡ് ചെയ്തിട്ട് മൊബൈലിൽ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് അത് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സൈഡിൽ സ്പേസ് ഇല്ല. അപ്പോൾ ഒരു 20 പിക്സൽ പാഡിങ് കൊടുക്കുന്നുണ്ട് ഈ ഒരു കണ്ടെയ്നറിന്. നമ്മൾ മൊബൈലിൽ എപ്പോഴും സൈഡിൽ ഒരു ചെറിയ മാർജിൻ വേണമല്ലോ. അപ്പോൾ 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പിലും സ്പേസ് ഇല്ല. അപ്പോൾ ടോപ്പ് ഒരു 20 പിക്സൽ പാഡിങ് കൊടുക്കുന്നുണ്ട്, താഴോട്ടും ഒരു 20 പിക്സൽ, ടോപ്പും ബോട്ടും 10 പിക്സൽ മതി തോന്നുന്നു, കുറച്ച് സ്പേസ് മതിയല്ലോ. ഓക്കെ, അപ്പോൾ ചില ഡിസൈൻ ചില കമ്പനീസിലൊക്കെ നമുക്ക് മൊബൈൽ വ്യൂ ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണോ അത് നോക്കി ചെയ്താൽ മതി.
അപ്പോൾ ഇത് നമ്മൾ മൊബൈലിൽ വേറെ ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഐഡിയക്ക് തന്നെ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു വിഡ്ജറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ടാബ്ലറ്റിലും മൊബൈലിലും വേറെ വിഡ്ജറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നിട്ട് ഈ ഒരു ടോപ്പിലുള്ള വിഡ്ജറ്റ് ടാബിലും ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഇപ്പോൾ ഇതും ഡ്യൂപ്ലിക്കേറ്റ് ആയല്ലോ. അപ്പോൾ ഈ ഒരു വിഡ്ജറ്റ് ഡെസ്ക്ടോപ്പിൽ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ അഡ്വാൻസ്ഡ് കൊടുക്കുക. അഡ്വാൻസ്ഡ് കൊടുത്തിട്ട് കണ്ടോ റെസ്പോൺസീവ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ടാവും. അവിടെ പോയിട്ട് ഈ ഒരു ടോപ്പിലുള്ള ഫസ്റ്റ് വിഡ്ജറ്റ് ഉണ്ടല്ലോ, അത് ടാബിലും അതുപോലെ മൊബൈലിലും ഹൈഡ് കൊടുക്കുക. അപ്പോൾ ടാബിൽ വന്നിട്ടുണ്ട് കണ്ടോ, ഇത് ഹൈഡായി. ഇത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വിഡ്ജറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഹൈഡ് ചെയ്തിട്ട് ടാബിലും മൊബൈലിലും മാത്രം കാണുന്ന രീതിയിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഹൈഡ് കൊടുക്കുക. അപ്പോൾ രണ്ടിലും രണ്ട് വിഡ്ജറ്റായി. കാരണം ഇതിൻ്റെ ഒരു ലേഔട്ട് നമുക്ക് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഓരോ വിഡ്ജറ്റും നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കണ്ടെയ്നർ മൊത്തത്തിൽ ഡെസ്ക്ടോപ്പിൽ വേറെ ചെയ്യണം, അതുപോലെ ടാബിൽ വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ മൊത്തത്തിൽ നമുക്ക് റെസ്പോൺസീവ് പോയിട്ട് ഏതിലാണോ ഹൈഡ് ചെയ്യേണ്ടത് അങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഹാംബർഗർ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ടാബ്ലറ്റിൽക്കും മൊബൈലിൽക്കും മാത്രമായിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ലേഔട്ടിൽ പോവാം. ലേഔട്ട് ഇതുണ്ടോ, ലേഔട്ട് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ലേഔട്ട് ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഹൊറിസോണ്ടലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് ഫ്ലേ ഔട്ട് ആക്കും. ഈ ഒരു ഫ്ലേ ഔട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനൊരു ഫുൾ സ്ക്രീനിൽ ഹൈറ്റ് ഫുള്ളായിട്ട് സൈഡിലൊരു ഈ ഒരു ലേഔട്ടാണ് ഞാൻ എപ്പോഴും മൊബൈൽ വ്യൂവിൽ മെനു ചെയ്യാറ്. ഓക്കെ, പിന്നെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു 2 ഐക്കൺ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഏതെങ്കിലും SVG അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിന് ഫെദർ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, feathericons.com. ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നാവെന്ന് സെർച്ച് ചെയ്ത് കണ്ടോ, മെനു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐക്കൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ കണ്ടോ, ഈ ഒരു ഐക്കൺ, ഇതും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് പഴയ മോഡലല്ലേ ഈ ഒരു ഐക്കൺ. ഇവിടെ എക്സ് എന്ന് സെർച്ച് ചെയ്താൽ കണ്ടോ ഈ ഒരു ഐക്കൺ കിട്ടും, അതും ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ഹെഡറിൽ പോവാം. പിന്നെ ഈ ഒരു 2 ഐക്കൺ നമുക്ക് മാറ്റണം. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക. അപ്ലോഡ് SVGയിൽ ആ ഒരു 2 ഐക്കൺ അത് നമുക്കിത് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഐക്കണും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഐക്കൺ ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് ആയല്ലോ. പിന്നെ ഈ ഒരു ഐക്കണിൻ്റെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഹാംബർഗർ അലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടോ, ഇത് ഓരോ വിഡ്ജറ്റിനും ഓരോ സെറ്റിങ്സ് ആവട്ടെ. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഓരോന്ന് ഏത് സ്റ്റൈലാണ് പറയണത്. ഇത് റൈറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോയല്ലോ. പിന്നെ അതിൻ്റെ സ്റ്റൈൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ കളറ് ഓരോന്നിൻ്റെ കളർ, ഇപ്പോൾ ഐക്കണിൻ്റെ കളർ കുറച്ച് ഗ്രേ ആയിട്ടാണല്ലോ വരുന്നത്, അത് കുറച്ച് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലോസ് ഐക്കണും കുറച്ച് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ. പിന്നെ ആ ഒരു ഡിസൈൻ നമ്മൾ സെയിം, ആ ഫോണ്ട് സ്റ്റൈൽ അതൊക്കെ നമ്മൾ സെയിം സ്റ്റൈൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഡിസൈൻ ചെയ്തു. പിന്നെ ജസ്റ്റ് മൊബൈലിൽ സ്വിച്ച് ചെയ്ത് നോക്കാം. മൊബൈലിൽ കണ്ടോ ഈ ഒരു കോളം ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വന്നിട്ടുണ്ട്, ഫുൾ വിഡ്ത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മൊബൈലിലും ഈ ഒരു കോളം ടോപ്പിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു കോളം ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ വിഡ്ത്ത് കണ്ടോ, വിഡ്ത്ത് നമുക്ക് ഇതൊരു 50% ആക്കി കൊടുക്കുക. ഈ ഒരു ലോഗോ നിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, അത് 50% ആക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു കോളം 50% ആക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇത് വിഡ്ത്ത് സെറ്റായപ്പോൾ ഇത് ഹൊറിസോണ്ടൽ തന്നെ ആയിട്ടുണ്ട്.
മറ്റേത് ഈ ഒരു കോളംസ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കോളം മൊബൈൽ വ്യൂവിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ വിഡ്ത്താവും. അത് എലമെൻ്ററിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. അത് ശരിക്കും നല്ലതാണ്. നമ്മൾ വേറെയുള്ള സെക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ വിഡ്ത്താവുന്നത് എലമെൻ്ററിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇൻകോഗ്നിറ്റോയിൽ എടുത്ത് നോക്കാം. കണ്ടോ, ഈ ഒരു മെനു സെറ്റായിട്ടുണ്ട്. ടാബ് വീലും അതുപോലെ കണ്ടോ മൊബൈൽ വ്യൂലും സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഫൂട്ടർ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്തിട്ട് ഫൂട്ടർ കൊടുക്കാം. ആ ഫൂട്ടറിലൊന്നും നമുക്ക് അധികം വർക്ക് ഉണ്ടാവില്ല കേട്ടോ, കാരണം ഈ കോളംസ് ഉണ്ടല്ലോ, ഈ കോളംസൊക്കെ നമ്മൾ ഫുൾ വിഡ്ത്തായിട്ടാണ് ടാബിലും അതുപോലെ മൊബൈലിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫുൾ വിഡ്ത്തായിട്ടുണ്ടാവും മൊബൈലിലൊക്കെ. കണ്ടോ, പിന്നെ ടാബിൽ നമുക്കൊരു 50% കൊടുക്കാം. ഓരോ കോളംസും 50% വിഡ്ത്തായിട്ട് കൊടുക്കാം. കാരണം ടാബിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ, ഫുൾ വിഡ്ത്താക്കി കൊടുക്കേണ്ടാവും. ഫുൾ വിഡ്ത്താണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്ക്. ഓക്കെ, ഈ ഒരു സ്പേസ് ഞാൻ കുറച്ച് കുറക്കണുണ്ട് കേട്ടോ. അതുപോലെ പാഡിങ് ടോപ്പ് 100 പിക്സലുള്ളത് ഞാനൊരു 50 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ റൈറ്റും ലെഫ്റ്റും ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കണ്ടെയ്നർ, പിന്നെ ഇത് നമുക്ക് 50% ആക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് 50 കൊടുക്കുക, ഓരോ കോളും 50 കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ 20 അല്ല 52നും 50% കൊടുത്തല്ലോ. അപ്പോൾ ഇത് താഴോട്ട് ഇറങ്ങിയിട്ടില്ല, ഈ ഒരു വിഡ്ത്തിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നമ്മൾ ഡിസ്പ്ലേ ഹൊറിസോണ്ടൽ കൊടുത്തല്ലോ, അതിന് റാപ്പ് എന്നുള്ളത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 50% കൊടുത്തിട്ട്, ഇപ്പോൾ 100% ആണല്ലോ ടോട്ടലുള്ളത്. അപ്പോൾ അതിൽ 50 കൊടുത്തിട്ട് 100 ആയിട്ടും താഴെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് 100 ആയാൽ പിന്നെ അതിൻ്റെ ശേഷമുള്ള കോളംസ് താഴെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊടുക്കുന്നത്, ഫ്ലക്സ് റാപ്പ് കൊടുക്കുന്നത്. ഓക്കെ, നോ റാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എത്രയാണോ അതിൻ്റെ അകത്തുള്ള കോളംസിന് വിടുത്ത് കൊടുക്കുന്നത്, അത് 100% ആയാൽ ബാക്കിയുള്ളത് താഴെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് 50 കൊടുത്തു, ഇതിനും 50, പിന്നെ ബാക്കിയുള്ള എല്ലാ കോളംസിനും ജസ്റ്റ് ഒരു 50% കൊടുക്കുക. ഇത് ഓൾറെഡി പിക്സലായിട്ടാവും ഇവിടെ വന്ന് % കൊടുക്കണം. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് കൊടുക്കണമല്ലോ നമുക്ക് ടോപ്പിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, നമ്മൾ ഫ്ലക്സ് ഹൊറിസോണ്ടൽ കൊടുത്ത കണ്ടെയ്നറിന് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് റോ ഒരു 30 പിക്സലോ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര കൊടുക്കുക. ഞാനൊരു 40 പിക്സൽ കൊടുത്തിട്ടുണ്ട്, ഇത് തമ്മിലുള്ള ഗ്യാപ്പ്. ഓക്കെ, പിന്നെ ഇത് കുഴപ്പമില്ലല്ലോ, ഇതുപോലെ തന്നെ വെക്കാം. പിന്നെ ഫോണ്ട് സൈസും ടാബിൽ ഫോണ്ട് സൈസ് ഓക്കെ ആണല്ലോ, ഇത്രയും വിഡ്ത്തിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ഫോണ്ട് സൈസ് കുഴപ്പമില്ല. മൊബൈൽ വ്യൂ ടാബ്ലറ്റ് വ്യൂ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഡിസൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ വിഡ്ത്തായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോൾ ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ 100% ആക്കി കൊടുക്കാം. അത് ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുൾ വിഡ്ത്തായിട്ട് തന്നെ വരിക. അപ്പോൾ ഇതിപ്പോൾ മൊബൈലിലും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതും ഓക്കെയാണ്. മൊബൈലിലും ഈ ഒരു രീതിയിൽ തന്നെ ഇടാവും നല്ലത്. ഓക്കെ, അപ്പോൾ എലമെൻ്ററി വിഡ്ജറ്റുകൾ റെസ്പോൺസീവ് ചെയ്യാൻ സിമ്പിളാവും, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻകോഗ്നിറ്റോ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഫൂട്ടർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് റെഡി ആക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓരോ സെക്ഷനൊന്ന് ചെയ്ത് തരാം, ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്യാപ്പ് റെഡി ആവും. ഇങ്ങനൊരു ഓവർഫ്ലോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊബൈലിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, പേജിൻ്റെ മൊബൈൽ വ്യൂ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഹെഡറും ഫൂട്ടറും ചെയ്തു. ഇനി ഈ ഒരു പേജ് എഡിറ്റ് വിത്ത് എലമെൻ്റർ കൊടുക്കുക. ഓക്കെ, അത്
ഈ ഒരു ടാബ്ലറ്റ് വ്യൂക്ക് സ്വിച്ച് ചെയ്യാം. എന്നിട്ട് കണ്ടോ ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കണം 2 സൈഡും. ഈ ഒരു സെക്ഷൻ നമ്മൾ 100 പിക്സൽ കൊടുത്ത സ്പേസിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യുണീക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 50 പിക്സൽ കൊടുക്കുക. 100 പിക്സൽ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് 50 പിക്സൽ കൊടുക്കാം. സൈഡിൽ ഞാനൊരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഉണ്ടല്ലോ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ നമുക്ക്. 64 പിക്സലാണ് ഡെസ്ക്ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 44 കൊടുക്കാം. പിന്നെ പാരഗ്രാഫിന് 20 പിക്സലായിരുന്നു, അതൊരു 60 പിക്സൽ കൊടുക്കാം. പിന്നെ ബട്ടൺ ഓക്കെ ആണ്, നമുക്ക് വിഷ്വലി നോക്കിയാൽ മതി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്നുള്ളത്, അലൈൻമെൻറ്റ്. പിന്നെ ഇത് കണ്ടോ, ഇത് കുറച്ച് ഇത് ഇവിടെ 3 സ്പേസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഫുൾ വിഡ്ത്താക്കി കൊടുക്കാം. ഓക്കെ കണ്ടോ, ഇത് 100 പിക്സൽ ആക്കിയിട്ടും ഈ ഒരു ഇമേജ് താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഹൊറിസോണ്ടൽ കൊടുത്ത കണ്ടെയ്നർ ഉണ്ടല്ലോ, അത് റാപ്പ് കൊടുക്കാം. ഈ റാപ്പ് എന്നുള്ളത് ഈ ഐക്കണ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഫുൾ വിഡ്ത്ത് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇമേജിൻ്റെ ഈ കോളത്തിൻ്റെ മേലെ കുറച്ച് സ്പേസ് വേണമല്ലോ, അപ്പോൾ ഞാനൊരു 20 പിക്സൽ 30 പിക്സൽ സ്പേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇമേജ് ഫുൾ വിഡ്ത്തായി നിൽക്കണമല്ലോ. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ ആവും. നമ്മൾ ഡെസ്ക്ടോപ്പത്തെ സ്പേസ് ആണല്ലോ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമേജ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫുള്ള് കൊടുക്കുക. ഫുള്ള് കൊടുത്തിട്ട് ആയില്ല, ആ ഒരു വിടുത്ത് സ്പേസ് ഫുള്ളായില്ല എന്നുണ്ടെങ്കിൽ സ്റ്റൈലിൽ പോയിട്ട് വിടുത്ത് 100% കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെ ഫോഴ്സ് ചെയ്യും 100% നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ താഴത്തേക്കുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, അത് നമ്മൾ 100 പിക്സലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനെല്ലാം തോന്നുന്നു. ഇതിൻ്റെ താഴെയുള്ള സെക്ഷന് മാർജിൻ ടോപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് 50 കൊടുക്കുക. പിന്നെ ഇതിന് 100 പിക്സൽ പാഡിങ് കൊടുത്തിട്ടുണ്ട്, അതും ഞാൻ 50 കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹെഡിങ്ങിന് കൊടുക്കുന്ന ഫോണ്ട് സൈസ് ഉണ്ടല്ലോ, അതെപ്പോഴും യുണീക്കായിട്ട് എല്ലാ ഹെഡിങ്ങിനും ഒരുപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിന് 44 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനും എന്ത് ചെയ്യാം, ഇതിന് 45 തന്നെയാണ്, നമുക്ക് 44 ആ ഒരു ഹെഡിങ് എപ്പോഴും ഒരേ സൈസിൽ കൊണ്ടുപോകാൻ നോക്കാം. പിന്നെ ഇതിന് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു 20 പിക്സൽ ഗ്യാപ്പ് കൊടുക്കാം. പിന്നെ 44 കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ലൈഡറിൻ്റെ കാര്യം ഉണ്ടല്ലോ, സ്ലൈഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ വിഡ്ത്തായിട്ടാണ്. നമ്മൾ 3 സ്ലൈഡായിരുന്നില്ലേ ഡെസ്ക്ടോപ്പിൽ കൊടുത്തത്, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ലൈഡ് ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു പേജ് ചെയ്തതിൻ്റെ ശേഷം പറഞ്ഞുതരാം കേട്ടോ. അത് സ്വൈപ്പർ സ്ലൈഡറിലുള്ളതാണ്. നമ്മൾ ഓൾറെഡി ആ ഒരു സ്ക്രിപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യല്ലേ ചെയ്ത്, അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെസ്പോൺസീവിന്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, ഇത് ചെയ്തതിൻ്റെ ശേഷം. പിന്നെ ഈ ഒരു കണ്ടെയ്നർ, ഇതിൻ്റെ പാഡിങ് 50 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫുൾ വിഡ്ത്തും കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 50% കൊടുക്കാം ഓരോ ബോക്സും. നമുക്കിത് ഫുൾ വിഡ്ത്താക്കി കൊടുക്കാം. ടാബിലും അതുപോലെ മൊബൈലും ഫുൾ വിഡ്ത്താക്കി എടുക്കും. ഇത് റാപ്പ് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കോളംസ് ഉണ്ടല്ലോ, അതിൻ്റെ വിഡ്ത്ത് 100% കൊടുക്കാം. പിന്നെ ഈ ഒരു സെക്ഷന് കുറച്ച് സൈഡിൽ ഗ്യാപ്പ് വേണം, ഒരു 20 പിക്സൽ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ 50% കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫുൾ വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് സ്പേസ് വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു റോ ഉണ്ടല്ലോ, നമ്മൾ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കൊടുത്ത റോ എടുക്കുക. പിന്നെ ഇതിൻ്റെ റോ ഞാനൊരു 30 പിക്സൽ കൊടുക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഇത് ഓരോന്നും തമ്മിൽ കുറച്ച് സ്പേസ് വന്നല്ലോ. പിന്നെ ഇതും നമ്മൾ ടോപ്പിൽ ചെയ്ത പോലെ ഫുൾ വിഡ്ത്താക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഞാനൊരു 50 പിക്സൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ റാപ്പ് കൊടുക്കുക. പിന്നെ ഇതിന് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വേണം, ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് 100% കൊടുക്കാം. പിന്നെ ഇമേജ് നമ്മൾ ടോപ്പിൽ ചെയ്ത പോലെ വിഡ്ത്ത് 100% കൊടുക്കാം. കോളം 100%. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് സ്പേസ് വേണമല്ലോ, ഞാനൊരു 30 പിക്സൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ഹെഡിങ്ങിൻ്റെ വിഡ്ത്ത് സൈസ് ഓൾറെഡി 45 ആണ്, 44 ആയിരുന്നു, നമ്മൾ 44 കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലും കുറച്ച് ഗ്യാപ്പ്. എലമെൻ്ററി റെസ്പോൺസീവ് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. ഇത് ചിലർ ആ ഒരു സെക്ഷന് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ മൊബൈൽ വ്യൂ ചെയ്യണവരുണ്ട്. ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യൽ. ഡെസ്ക്ടോപ്പ് വ്യൂ ആദ്യം ചെയ്തിട്ട് പിന്നെ റെസ്പോൺസീവ് മാത്രമായിട്ട് ചെയ്യാറാണ് ഞാൻ. ഓക്കെ, ഈ ഒരു ഹെഡിങ്ങിന് ഓൾറെഡി 44 ആണ്, ഇത് കുഴപ്പമില്ലല്ലോ, 44 തന്നെ കൊടുക്കാം. പിന്നെ ഈ ഒരു ടൈറ്റിലും 45. ഈ ഒരു സെക്ഷനും ഞാനൊരു പാഡിങ് ബോട്ടം 50 കൊടുക്കാം. ലെഫ്റ്റും റൈറ്റും ഒരു 20 പിക്സൽ. ഓക്കെ, ഇതും നമുക്ക് ഫുൾ വിഡ്ത്ത് കൊടുക്കാം ടോപ്പിൽ ചെയ്ത പോലെ. പാഡിങ് ബോട്ടം 100 പിക്സൽ ഉള്ളതൊക്കെ അതിൻ്റെ പകുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റും റൈറ്റും ഒരു 20 പിക്സൽ. പിന്നെ ഇത് റാപ്പ് നോ റാപ്പ് കൊടുക്കാം. പിന്നെ ഈ കോളത്തിന് വിഡ്ത്ത് 100% കൊടുക്കാം. 44. ഓക്കെ, മാർജിൻ ടോപ്പ് ഒരു 30 പിക്സൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എലമെൻ്ററിൽ റെസ്പോൺസീവ് ചെയ്യാൻ. ഈ ഒരു ഐക്കണ് ടാബിൻ്റെ ആണോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഐക്കണ് സ്വിച്ച് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, മൊബൈലിൽ എങ്ങനെയാണോ കാണേണ്ടത് അത് നമ്മൾ എലമെൻ്ററിൽ ഡെസ്ക്ടോപ്പ് വ്യൂ ഡിസൈൻ ചെയ്ത് അതുപോലെ മൊബൈലിൽ സ്പേസിങ് മാറ്റി കൊടുക്കാം. അത്ര പണിയുള്ളൂ. പിന്നെ ഈ താഴെയുള്ള സെക്ഷൻസ് മൊബൈൽ വ്യൂവിൽ കുറച്ച് ഓക്കെ, ഈ ഒരു ഇത് കണ്ടോ, ഇത് ടാബിലാണ് നമ്മൾ ആ ഒരു സൈസ് കൊടുത്തത്. അപ്പോൾ ഈ ഓരോ ഹെഡിങ്ങും മൊബൈലിൽ കുറച്ച് സൈസ് ചെറുതാക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു പിന്നെ ഇത് നമുക്ക് സെൻറ്റർ ആക്കുകയല്ല നല്ലത് മൊബൈൽ വ്യൂവിൽ. ഓക്കെ, അപ്പോൾ അത് ലെഫ്റ്റ് അലൈൻ അല്ല ഓൾറെഡി ഉള്ളത്, അപ്പോൾ അത് നമുക്ക് സെൻറ്റർ അലൈൻ ആക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു പാഡിങ് ലെഫ്റ്റ് ഒരു 30 പിക്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മൊബൈലിൽ രണ്ട് സൈഡിലും ഈക്വലായിട്ട് കൊടുക്കാവും ബെറ്റർ. അപ്പോൾ ഇതൊരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സെൻട്രൽ തന്നെയാക്കാം. ഇതൊന്നും ഡെസ്ക്ടോപ്പിൽ മാറില്ല കേട്ടോ. നമ്മൾ ഈ സ്റ്റൈലും അതുപോലെ അഡ്വാൻസ്ഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ടാബിൽ സ്വിച്ച് ചെയ്തതിൻ്റെ ശേഷം എഡിറ്റ് ചെയ്യുന്നതൊന്നും ആ ഒരു ഡിവൈസിൽ മാത്രം ചേഞ്ച് ആവുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് മൊബൈലിലൊരു ഫോണ്ട് സൈസ് കൊടുക്കാം, പിന്നെ ടാബിലൊരു ഫോണ്ട് സൈസ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് 44 ഉള്ളത് ഞാൻ മൊബൈലിലൊരു 34 കൊടുക്കുന്നുണ്ട്. ഈ കണ്ടോ ഒരു 3 ലൈനായിട്ട് വന്നിട്ടുണ്ട്, ഇതാവും ബെറ്റർ. പിന്നെ ഇതും ഞാൻ സെൻട്രൽ ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടണ് പൊസിഷൻ സെൻറ്റർ കൊടുക്കാം. കണ്ടോ ഈ ഒരു ടോപ്പിലുള്ള സെക്ഷൻ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇൻകോഗ്നിറ്റോയിലൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ ഇത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹൈറ്റ് വേണമെങ്കിൽ കുറക്കാം. നമ്മൾ ഇത്രയും അവിടെ ഒരു ഫിക്സ്ഡ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് മൊബൈലിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറക്കാം. മിനിമം ഹൈറ്റ് ഒരു 400 പിക്സൽ കൊടുക്കാം. കണ്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ടോപ്പിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ ടോപ്പിലും കുറച്ച് സ്പേസ് കൊടുക്കാം. ഒരു 50 പിക്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഏകദേശം ഈക്വൽ ആയിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഇതൊക്കെ നമുക്ക് ലെഫ്റ്റ് അലൈൻ തന്നെ മതിയാവും. ഇതൊരു ഹീറോ സെക്ഷനില്ല, അപ്പോൾ അത് സെൻട്രൽ അലൈൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതിയാവും. ഓക്കെ, നമ്മൾ 34 ആയിരുന്നില്ലേ എല്ലാ ഹെഡിങ്ങിനും കൊടുത്തപ്പോൾ, ഇത് നമുക്ക് 34 കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ലൈൻ ഹൈറ്റ് ഇപ്പോൾ സൈസ് കുറച്ചപ്പോൾ ലൈൻ ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ലൈൻ ഹൈറ്റ് കുഴപ്പമില്ലല്ലോ. പിന്നെ എല്ലാ ഹെഡിങ്ങിനും ഞാൻ 34 കൊടുക്കുന്നുണ്ട് സൈസ്. നമ്മളിപ്പോൾ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഒന്നും ചെയ്യണില്ല കേട്ടോ, ഇതിൽ ജസ്റ്റ് വിഷ്വലി റെഡി ആക്കണുള്ളൂ. ഈ ഒരു എലമെൻ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ നോക്കുന്നത്, അല്ലാതെ ഡിസൈനിൻ്റെ പ്രിൻസിപ്പിൾസ് റൂൾസ് കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യണില്ല. ഓക്കെ, പിന്നെ ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ലെഫ്റ്റിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാം. ലെഫ്റ്റും റൈറ്റും ഒരു 20 പിക്സൽ കൊടുക്കാം, ടോപ്പ് ഒരു 30 പിക്സൽ, പിന്നെ ബോട്ടം ഒരു 30 പിക്സൽ കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഹീറോ സെക്ഷനിൽ ചെയ്ത പോലെ 34 ലൈൻ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ കൊടുക്കുന്നുണ്ട്, ബട്ടൺ നമുക്ക് സെൻട്രൽ ലൈൻ ചെയ്യാം. പിന്നെ ഇതും നമുക്കൊരു 34 പിക്സൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈലിലും ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഇൻകോഗ്നിറ്റോ എടുത്തിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും. ഇപ്പോൾ കണ്ടോ, ആ ഒരു ഓവർഫ്ലോ ഇപ്പോൾ ഇല്ലല്ലോ, സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഒക്കെ റെഡി ആയിട്ടുണ്ട്, പക്കായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ സ്വൈപ്പർ സ്ലൈഡർ ചെയ്തത്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോൺസീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ സ്വൈപ്പർ സ്ലൈഡറിന് യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, കോഡ് സ്നിപ്പെറ്റിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള മെനുവിൽ നമ്മൾ സർവീസിനും അതുപോലെ ടെസ്റ്റ് മോഡിയലിനും 2 സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഓൾറെഡി റെസ്പോൺസീവിൻ്റെ ബ്രേക്ക് പോയിൻറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, സ്ലൈഡ്സ് പെർ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഡീഫോൾട്ടായിട്ട് ഒന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഡിവൈസല്ല, ഡീഫോൾട്ടായിട്ട് ഇവിടെ ഇപ്പോൾ 1 കൊടുത്തു. അപ്പോൾ എല്ലാ ഡിവൈസിലും ഒരു സ്ലൈഡാണ് കാണുക. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്ന ടൈമിൽ ഇവിടെ 3 സ്ലൈഡ് ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രേക്ക് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ കണ്ടോ 1024 എന്ന് പറഞ്ഞിട്ട് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താവും, 1024 പിക്സലിൻ്റെ മുകളിലോട്ടുള്ളതിലൊക്കെ സ്ലൈഡ്സ് പെർ വ്യൂ 3 എണ്ണമായിരിക്കും. ഓക്കെ, പിന്നെ 768 ഇത് ശരിക്കും ടാബ് വ്യൂ ആണ് വരുന്നത്. ടാബ് വ്യൂവിൽ നമുക്ക് നോക്കാം, ഐപാഡ് മിനിയിൽ കണ്ടോ 2 എണ്ണം. ഇതാണ് ശരിക്കും ടാബിൻ്റെ സൈസ് വരുന്നത്. ഇത് ഓരോ ഡിവൈസും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 768 പിക്സലിൻ്റെ മുകളിലുള്ളത് അത് 1024 എത്തുന്ന വരെ 2 സ്ലൈഡായിട്ടാവും. പിന്നെ 640 പിക്സലിൻ്റെ മുകൾക്ക് 768 എത്തുന്ന വരെ ഒരു സ്ലൈഡാവും. പിന്നെ ബാക്കി അതിൻ്റെ താഴേക്കുള്ളത് ഫുള്ള് ഒരു സ്ലൈഡ് തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് സ്വൈപ്പറിൽ റെസ്പോൺസീവ് ചെയ്യാം നമ്മൾ. ഓക്കെ, ടെസ്റ്റ് മോണിയിലും അതുപോലെ തന്നെയാണ്. 1024 മേലേക്കുള്ളത് 3 സ്ലൈഡും പിന്നെ 768 മുകൾക്ക് 2 സ്ലൈഡും ആ രീതിയിൽ തന്നെയാണ് ടെസ്റ്റ് മോണിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, എങ്ങനെയാണ് സ്വൈപ്പർ റെസ്പോൺസീവ് എന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് സ്വൈപ്പറിൻ്റെ റെസ്പോൺസീവ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈൽ വ്യൂ ഫുള്ള് ചെയ്തു. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ കസ്റ്റം CSS യൂസ് ചെയ്തിട്ട് മൊബൈൽ വ്യൂ എങ്ങനെ ചെയ്യുക എന്നുള്ളത് പറയും. അപ്പോൾ ഇതിന് നമ്മൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കസ്റ്റം CSS യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല.
ഓൾറെഡി എല്ലാ ഡിവൈസിലും സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ CSS യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കസ്റ്റമൈസർ എടുക്കാം. ഓക്കെ, കസ്റ്റമൈസർ എടുത്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ചെയ്ത ഫുള്ള് CSS ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു മീഡിയ ക്വറി എന്ന് പറഞ്ഞിട്ടൊരു കോഡുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ മീഡിയ ക്വറി എന്ന് സെർച്ച് ചെയ്യാം, മീഡിയ ക്വറി CSS എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ W3 School എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് കാണാം. കണ്ടോ, ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമായിട്ട് റെസ്പോൺസീവ് ചെയ്യാം. ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഞാനിവിടെ ഒരു കമൻ്റ് ഇടുന്നുണ്ട്, റെസ്പോൺസീവ്. ഇങ്ങനെ കമൻ്റ് ഇട്ട് ചെയ്യുന്നത് നല്ലതാവും കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ടോ മീഡിയ ഓൺലി സ്ക്രീൻ ആൻഡ് മാക്സ് വിഡ്ത്ത് 600 പിക്സൽ. അപ്പോൾ എന്താവും, ഇത് നമ്മൾ മാക്സ് വിഡ്ത്താണ് കേട്ടോ. നമ്മൾ സ്വൈപ്പർ സ്ലൈഡറിൻ്റെത് പറഞ്ഞില്ലേ, അത് ഒരു വിഡ്ത്തിൻ്റെ ടോപ്പിലുള്ളതല്ലേ, ഇത് ഒരു വിഡ്ത്തിൻ്റെ താഴോട്ടുള്ളതിനാണ് ഈ ഒരു സ്റ്റൈൽ എഫക്റ്റ് ചെയ്യുക. നമ്മൾ സ്വൈപ്പറിൻ്റെ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇതിലും വേണമെങ്കിൽ മിനിമം വിഡ്ത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ, നമുക്ക് മിൻ വിഡ്ത്ത് എന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ മിൻ വിഡ്ത്ത് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഓൾറെഡി നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ വലിയ ഡിവൈസിൽ നിന്നാണല്ലോ നമ്മൾ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ മാക്സ് വിഡ്ത്ത് കൊടുക്കാവും നല്ലത്. ഓക്കെ, മാക്സ് വിഡ്ത്ത് 600 പിക്സൽ എന്ന് പറഞ്ഞാൽ 600 പിക്സലിൻ്റെ താഴോട്ടുള്ളത് ഫുള്ള് വേറെ നമുക്ക് കസ്റ്റമായിട്ട് സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെയും ആ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ടാബ്ലറ്റിൻ്റെ മൊബൈലിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊബൈലിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ വ്യൂ എടുത്തിട്ട്, ഇപ്പോൾ നമുക്ക് ഇതാണല്ലോ നമ്മൾ കസ്റ്റമായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇതെടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്ത CSS ക്ലാസ് ഇവിടെ ഉണ്ടാവും. ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എന്ത് കൊടുത്താലും അത് ഈ ഒരു മൊബൈലിൽ മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. ഫോണ്ട് സൈസ് ഒരു 10 പിക്സൽ കൊടുക്കുക. കണ്ടോ, മൊബൈലിൽ മാത്രം അത് 10 പിക്സലായി. അപ്പോൾ ആ ഒരു ഇപ്പോൾ ടാബ്ലറ്റ് ഓരോ ഡിവൈസിൻ്റെ വിഡ്ത്ത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ വലിയ വിഡ്ത്തുള്ളതുണ്ടല്ലോ, വലിയ വിഡ്ത്ത് ഇപ്പോൾ ടാബ്ലറ്റാണ് ഫസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലിടും കേട്ടോ. ചെറിയ വിഡ്ത്ത് നമുക്ക് താഴോട്ട് ആഡ് ചെയ്ത് വരാവും നല്ലത്. മറ്റേ നമ്മൾ ടാബ്ലറ്റ് താഴെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൊബൈലിൻ്റെ ലാസ്റ്റ് ഏതാണോ സ്റ്റൈൽ കൊടുത്തത് അതാണ് CSSൽ വർക്കാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 768 കോമൺ ആയിട്ട് ടാബിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേറെ സ്റ്റൈൽ കൊടുക്കണം. ഇപ്പോൾ ഇത് ടാബിലും 10 പിക്സലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ടാബിൽ വേറെ സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് ടാബിൽ മാത്രം വരും. അതുപോലെ ഇവിടെ ഇതാണ് നമ്മളെ ഡിവൈസിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കസ്റ്റം CSS യൂസ് ചെയ്തിട്ട് റെസ്പോൺസീവ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒഴിവാക്കേണ്ടത്, ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ റെസ്പോൺസീവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് വേർഡ്പ്രസ്സിൽ ബേസിക്കായിട്ടൊരു പ്രോജക്റ്റ്, നിങ്ങളൊരു കമ്പനിയിലൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതും കുറച്ച് അഡ്വാൻസ്ഡ് PHP യൂസ് ചെയ്തു. അതുപോലെ കസ്റ്റം CSS, സ്വൈപ്പർ, ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ലൈബ്രറി നമ്മൾ ഇതിൽ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിപ്പോൾ ലോക്കൽ ഹോസ്റ്റിലാണോ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു ഡൊമൈൻ ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്യും. ഒരു ഹോസ്റ്റിങ്ങർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഡൊമൈൻ ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്തിട്ട് അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതും കൂടെ നമ്മൾ ഈ ഒരു കോഴ്സിൽ പറയും. ഓക്കെ, ഇപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ തിയറി ഒന്നും ഫസ്റ്റ് പറഞ്ഞിട്ടില്ല, ചെയ്യുന്ന ടൈമിൽ മാത്രമാണ്. അപ്പോൾ
ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് നോക്കാം എന്തൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ടോയെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്നും കൂടി കണ്ടിട്ട് ഇപ്പോൾ ചെയ്തതുണ്ടല്ലോ അതൊന്നും കൂടി ചെയ്ത് നോക്കുക.